ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ ഗ്രാൻഡ് ഫിനാലെ നാളെയാണ്. അതിനു മുൻപ് എവിക്റ്റായി പോകാൻ ഒരാളും കൂടി അവിടെ മിച്ചമുണ്ട്. അതാരാണ് എന്നുള്ളത് ബിഗ് ബോസ് തന്നെ ഒഫീഷ്യലി പറഞ്ഞതിന് ശേഷം, എവിക്ഷനൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഓൾറെഡി എവിക്റ്റായി പോയിട്ടുള്ള ആളുകൾ, അവരെക്കുറിച്ചുള്ള ഒരു ചെറിയ നോട്ടാണ്. പരമാവധി പോസിറ്റീവ് നോട്ടിൽ തന്നെ സംസാരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും പുറത്തൊരു ലൈഫുണ്ട്. നമ്മൾ അവരുടെ ഗെയിമിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഓരോ ആൾക്കാരെയും കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. 25 പേരാണ് ടോട്ടൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രീസ് അടക്കം വന്നു ചേർന്നിട്ടുള്ളത്. അതിൽ 6 പേർ അവിടെയുണ്ട്. ബാക്കിയുള്ള 19 പേരെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ലെറ്റ്സ് ബിഗിൻ വിത്ത് മുൻഷി രഞ്ജിത്ത്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആദ്യം എവിക്റ്റായി പോകുന്ന ആൾ രഞ്ജിത്തായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ റിസൾട്ടിൽ ഒട്ടും സംതൃപ്തനല്ല. അതായത് ആദ്യമേ ഔട്ടായി പോകേണ്ട ഒരാളല്ല ഞാൻ എന്ന് പറയുന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. എനിക്ക് ആരോടും പരിഭവമൊന്നും ഇല്ല എന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ലാലേട്ടനോട് ഒരു കത്തെഴുതി അറിയിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പരിഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഈ റീ എൻട്രിയുടെ സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും ഗെയിം കളിക്കുകയായിരുന്നു. അദ്ദേഹം മാത്രമല്ല, എല്ലാവരും തിരിച്ചു വന്നതിന് ശേഷം ഗെയിം കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹം എവിക്റ്റായി പോയത് നല്ല സമയത്തായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ചും കൂടി നിന്നിരുന്നെങ്കിൽ, കുറച്ചും കൂടി ആളുകളോട് അദ്ദേഹം പെരുമാറുന്നതൊക്കെ കൊണ്ട് ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് മാറാനുള്ളൊരു സാധ്യത. അത് അദ്ദേഹം ഒരു മോശക്കാരനായതുകൊണ്ടല്ല. എനിക്ക് രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർമ്മ വരുന്നത്, നമ്മുടെ സ്കൂളിലൊരു മലയാളം മാഷിനെ സങ്കല്പിച്ച് നോക്കും. അദ്ദേഹം ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് അദ്ദേഹം ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. പക്ഷേ ഇതേ മലയാളം മാഷ് വള്ളത്തോളും കുമാരനാശാനും തമ്മിൽ ആ കാവ്യാത്മകതയെക്കുറിച്ചൊരു സംശയം ചോദിച്ച് ഭയങ്കര ചിരിയായിരുന്നു, ഭയങ്കര കോമഡി ആയിരുന്നു എന്ന് പറഞ്ഞ് സ്വയം കോമഡിയാണെന്ന് വിചാരിച്ച് ഈ 8ാം ക്ലാസ്സിലെ പിള്ളേരുടെ അടുത്ത് പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവില്ല, അവർ ചിരിക്കാതിരിക്കും. ഇതെന്തവർക്കൊന്നും മനസ്സിലാവാത്തത് എന്ന് ചിന്തിക്കുന്ന ആ അധ്യാപകനുണ്ടല്ലോ, അദ്ദേഹം കുട്ടികളുടെ മുമ്പിലും ഇങ്ങേരിത് എന്താ പറയണേ, എന്താ ചെയ്യണേ എന്നൊരു തോന്നലുണ്ടാക്കും. അതുപോലെ സഹ അധ്യാപകരും വിചാരിക്കും, ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ അടുത്താണോ ഇങ്ങനെ ഈ കോമഡി കൊണ്ടുചെല്ലുന്നത് എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരാളാണ്. എന്നാൽ ഈ അധ്യാപകൻ മോശക്കാരനാവുന്നില്ല. ആ ഒരു ആംഗിളിലാണ് നമ്മൾ രഞ്ജിത്തിനെ നോക്കിക്കാണുന്നത്. സ്വരം നല്ലപ്പോൾ പാട്ട് നിർത്തി പോയതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് രഞ്ജിത്തിൻ്റെ എവിക്ഷൻ. മുൻഷി രഞ്ജിത്ത് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ആ മുൻഷി എന്നുള്ള വാക്കിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനു പകരവും വേറെയും മികച്ച പേരുകൾ ചേർത്ത് വെക്കാൻ ഇടവരട്ടെ. മുൻഷി എന്ന് പറയുന്ന പ്രോഗ്രാം അത്രയും ഹിറ്റായതുകൊണ്ടാണ് അദ്ദേഹം ആ പേരിൽ അറിയപ്പെടുന്നത്. ഇനിയും ഒരുപാട് ഹിറ്റാവാൻ സാധ്യതയുള്ള പ്രോഗ്രാമുകളുടെ ഭാഗമാകാനൊക്കെയും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നൊരു ഓൾ ദ ബെസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ ഒരു ക്രൗഡുണ്ട്. ആ ക്രൗഡിലേക്ക് അദ്ദേഹത്തിന് കൂടുതൽ റീച്ച് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ആശംസകൾ നേരാണ്. രണ്ടാമത് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നത് ബിൻസി ആയിരുന്നു. ബിൻസി ഈ റീ എൻട്രിയുടെ സമയത്ത് അനുമോളോട് പറയുന്ന ഒരു വർത്താനമുണ്ട്, എൻ്റെ വായിൽ നല്ല ഡാഷ് വർത്താനം വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് വരിക തന്നെ ചെയ്തു എന്നാണ് നമ്മളും കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല, അനുമോൾ ബിൻസിയോട് ചെയ്ത, അല്ലെങ്കിൽ ബിൻസിക്കുണ്ടാക്കിയ ഡാമേജിനോട് ബിൻസി അവരുടേതായ രീതിയിൽ പ്രതികരിക്കുമ്പോൾ അങ്ങനെ പറയരുതായിരുന്നു എന്നൊന്നും പറയാൻ നമുക്ക് തോന്നില്ല. അർഹിക്കുന്ന മറുപടികളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ബിൻസി ബിഗ് ബോസ് ഹൗസിൽ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഭാഷയിൽ അവർ സംസാരിക്കുകയും അവരുടെ ഇപ്പോൾ ഉള്ള ഇമേജ് കുറേയും കൂടി മോശമാവുന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തേനെ. ഇപ്പോൾ ബിൻസി എന്തിനാണ് അനുമോളോട് ബഹളം വെച്ചത്? സദാചാര കണ്ണോടുകൂടി ബിൻസിയെയും അപ്പാനി ശരത്തിനെയും കുറിച്ച് അനുമോൾ സംസാരിച്ചു എന്നുള്ളതായിരുന്നു അവിടുത്തെ വിഷയം. പക്ഷേ ബിൻസിയുടെ ഭാഗത്തു നിന്നും അത്തരം സംസാരങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത്, എന്നെക്കുറിച്ച് ആരും സദാചാര വർത്തമാനങ്ങളൊന്നും പറയണ്ട, പക്ഷേ എനിക്ക് അത്തരം തോന്നലുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ പറയും എന്ന് പറയുന്ന ആ ഒരു ഇരട്ടത്താപ്പ് അത് പല ആളുകൾക്കും ഉണ്ട് കേട്ടോ. ബിഗ് ബോസ് ഹൗസിലുള്ള ഒരുപക്ഷെ പെൺകുട്ടികളുടെ ഇടയിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടാണത് എന്ന് തോന്നിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു വലിയ ചർച്ച ഉണ്ടാവുകയോ ബിൻസിയുടെ ഇമേജ് വളരെ മോശമാവുകയോ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ബിൻസി എവിക്റ്റായി പോയി എന്നുള്ളതാണ്. പക്ഷേ ബിൻസിയുടെ സ്ട്രെങ്ത് അവരുടെ നാവ് തന്നെയാണ്. ഭാഷ കുറേയും കൂടി, എത്ര ദേഷ്യം വരുന്ന സമയത്തും ഭാഷയെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നൊരു രീതിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ബിൻസിയെ കാത്തിരിക്കുന്നത് ഒരു വലിയ ലോകമാണ്. മൂന്നാമതായി ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നത് കലാഭവൻ സരികയാണ്. സരികയെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ അവരൊരു നല്ല കലാകാരിയാണ്. നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. കേട്ടിരിക്കാൻ ഒരുപാട് രസമുള്ള ഒരാളാണ്. അവരുടെ ആ ഒരു കോഴിക്കോടൻ ഭാഷയിൽ ഈ റീ എൻട്രിയുടെയൊക്കെ സമയത്ത് എന്നെ വീട്ടിലെന്താ വിളിക്കാമെന്നറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ആ വാക്കുകളൊക്കെ പറഞ്ഞ് അതവർ ആ സമയത്ത് വിഷമിപ്പിച്ചിട്ടുണ്ടാവും, കുറച്ചൊക്കെ ചിന്തിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനെ എന്ത് മനോഹരമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. അതിങ്ങനെ കണ്ടിരിക്കാനൊരു രസമാണ്. അവരുടെ വായിൽ നിന്ന് ഏറ്റവും മോശമെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള യാതൊരു വർത്തമാനങ്ങളും ഉണ്ടായിട്ടില്ല. അവർ ആ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കുടുംബജീവിതം, കലാജീവിതം തുടങ്ങി തനിക്ക് ചുറ്റുമുള്ള എന്തിനേയും ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന, നല്ലൊരു ഹാർമണിയിൽ കൊണ്ടുപോകാൻ, ലാലേട്ടൻ ഉപയോഗിച്ച വാക്കാണത്, നല്ലൊരു ഹാർമണിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ
നമുക്ക് സരികേച്ചി എന്നേ വിളിക്കാൻ തോന്നുള്ളൂ. ഇപ്പോൾ അവർ മുന്നിൽ വന്നു നിന്നാലും കലാഭവൻ സരികയെന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഉള്ളു തുറന്ന് സരികേച്ചി എന്ന് വിളിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് അവർ. സരികയും ഈ പറയുന്ന പോലെ കൂടുതൽ മെൻ്റൽ പ്രഷറൊക്കെ ഏറ്റുവാങ്ങുന്ന ആ ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പേ എവിക്റ്റായി പോയി എന്നുള്ളത് അത് ആക്ച്വലി നല്ലതാണ് എന്നാണ് നമുക്കും ഫീൽ ചെയ്യുന്നത്. ഒരു കലാകാരി എന്ന നിലയിൽ അവരുടെ കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളും ഒക്കെയും എത്രയോ ഇരട്ടിയായി അവരിലേക്ക് എത്തിച്ചേരട്ടെ, അവരാഗ്രഹിക്കുന്ന പോലെയൊക്കെ സംഭവിക്കട്ടെ എന്നുള്ള ആശംസകളാണ് നമുക്ക് സരികയ്ക്ക് നേരാനുള്ളത്. അടുത്തയാൾ ശാരികയാണ്. ശാരിക 24 മണിക്കൂർ ഒരു ഹോട്ട് സീറ്റ് ഫ്രണ്ടിൽ വെച്ചിട്ട് നടക്കുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. ആരെ കണ്ടാലും ആ ഹോട്ട് സീറ്റിൽ പിടിച്ചിരുത്തിയിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ കുറച്ച് കലിപ്പോ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ ഉണ്ടാകുന്ന പോലെ. പക്ഷേ നമ്മൾ ജിസ് ജോയുടെ സിനിമയിൽ പറയുന്ന ആ ഡയലോഗ് പോലെയാണ്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഉള്ളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാവമാണെന്ന് തോന്നിപ്പോകുമെന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു പാവമായിട്ടാണ് ശാരികയെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന ഒരു തെറ്റവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ സോറി ശാരിക എന്ന് പറഞ്ഞ് ഇപ്പോൾ അക്ബർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശാരിക അലിഞ്ഞു പോവുകയാണ്. അവരൊരു പ്രശ്നം അവർക്ക് തെറ്റാണ് എന്ന് തോന്നിയാൽ, അതിലെ തെറ്റും ശരിയല്ല പറയുന്നത്, അവർക്ക് തെറ്റാണെന്ന് തോന്നിയാൽ അവരതിനെക്കുറിച്ച് അതിശക്തമായി തന്നെ സംസാരിക്കും. പക്ഷേ അതൊരിക്കൽ പറഞ്ഞ് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അവരൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ, ആ ദേഷ്യമൊക്കെ മാറി ഒരു സൗഹൃദത്തിൻ്റെ ലെവലിലേക്കൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കില്ല. എല്ലാം പറഞ്ഞ് സോൾവ് ആക്കി എന്ന് ഇവിടെ പറഞ്ഞിട്ട് പുറത്ത് പോയി മാറ്റി പറയാമെന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സീനിയറായിട്ടുള്ള ചില ആൾക്കാർ, ചില ചേട്ടന്മാരൊക്കെ ഉണ്ടാവും. അവർക്ക് ശരി തെറ്റുകളും തോന്നുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ മെക്കിട്ട് കയറുന്ന പോലെയൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളോട് ചായ കുടിക്കാൻ വരും, വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. നമ്മളെ ആരെങ്കിലും അനാവശ്യമായി അറ്റാക്ക് ചെയ്യുന്നത് കണ്ടാൽ അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ പറയുന്നൊരു ദേഷ്യത്തിൻ്റേതായിട്ടുള്ള ഒരു ലാഞ്ചനയൊക്കെ അവരുടെ സംസാരങ്ങളിൽ അവർക്ക് ശരിതെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അവർ കീപ്പ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു ഫിഗറായിട്ടാണ് എനിക്ക് ശാരികയെ ഫീൽ ചെയ്യുന്നത്. ശാരികയെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്. അവരുടേതെന്ന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന, എന്ന് വെച്ചാൽ മലയാളത്തിൽ അവരുടേതെന്ന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു യുണീക്ക് സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ കൊണ്ട് അവരുടെ ഓഡിയൻസിലേക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഓഡിയൻസ് വോളിയം വളരെ വലുതാക്കാനും അവർക്ക് സാധിക്കട്ടെ. കരിയറിൽ അവരെ തേടി വലിയ നേട്ടങ്ങൾ വരട്ടെ, വ്യക്തി ജീവിതത്തിലും ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ അവരെ തേടി വരട്ടെ എന്നുള്ള ആശംസയാണ് നമുക്ക് നേരാനുള്ളത്. പിന്നീട് ഔട്ടായി പോകുന്നത് അപ്പാനി ശരത്താണ്. പുറമെ അപ്പാനിയായി ഷോ കാണിക്കാൻ ഇഷ്ടമുള്ള, പക്ഷേ ഉള്ളിൻ്റെ ഒരു പാവം ശരത്തായിട്ടുള്ള ആളാണ് അപ്പാനി ശരത്ത്. പുള്ളിക്ക് ആകെ മൊത്തത്തിൽ അങ്ങ് പേടിയാണ്. ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും. അതിങ്ങനെ വരുമോ അങ്ങനെ വരുമോ എന്ന് പറയുന്ന ഈ പേടി ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഈ പുറമെ കാണിക്കാൻ പുള്ളി ആഗ്രഹിക്കുന്ന അപ്പാനിയുണ്ട്. അതൊരു റിയൽ സിറ്റുവേഷൻ വരുമ്പോഴേക്കും പാവം ഒരു ശരത്തായി മാറുകയാണ് ചെയ്യുക. അതിൻ്റെ ഒരു വലിയ ഉദാഹരണം മസ്താനി. ഈ റീ എൻട്രിയുടെ സമയത്ത് മസ്താനി അവൾ എൻ്റെ അടുത്ത് വരുമോ, അവൾ എൻ്റെ മുമ്പിൽ ഇവിടെ വന്നിരിക്കുമോ, എൻ്റെ ഈ ഇത്ര അടുത്ത് വന്നിരുന്ന് അവൾ സംസാരിക്കുമോ, ഞാൻ ശരിയായി കളയും എന്ന് പറയുന്ന പോലെയൊക്കെ വർത്താനം പറഞ്ഞിട്ട് മസ്താനി അടുത്ത് വന്നിരുന്ന് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ആ സാരമില്ല അത് പോട്ടെ എന്ന് പറയുന്ന അപ്പാനി ശരത്തിനെയാണ് നമ്മൾ കാണുന്നത്. കാരണം പുള്ളിയുടെ ഓവർ തിങ്കിങ് പാറ്റേണിൽ മസ്താനി വന്നിട്ട് എന്തോ ചെയ്യും, അപ്പം ഞാൻ അപ്പാനിയായിട്ട് മാറും എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ കാര്യം ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ അയാളൊരു പാവം മനുഷ്യനാണ്. ഒരുപാട് തിരുത്തലുകൾ ആവശ്യമുള്ള, ഒരുപാട് തിരുത്തിയെടുക്കാൻ നമുക്ക് പറ്റുന്ന നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് ശരത്തിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ, അയാൾ ഈ ദേഷ്യമൊക്കെ കാണിക്കുമെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ ആ മനുഷ്യന്. പക്ഷേ അത്രേ ഉള്ളൂ എന്ന് പറയുന്നത് അപ്പാനി ശരത്തിനെ കുറച്ച് കാണുന്നതല്ല, അപ്പാനിയിൽ നിന്ന് നമുക്ക് ഒരു ത്രെട്ട് എന്നുള്ള രീതിയിലൊക്കെ പ്രതീക്ഷിക്കാനും അത്രയേ ഉള്ളൂ. അയാൾ അങ്ങനെ ഒരു ദ്രോഹം ചെയ്ത് നടക്കുന്ന ഒരാളൊന്നുമല്ല. അല്പാൽപ്പം കുറവുകളൊക്കെയുള്ള ഒരു നല്ല മനുഷ്യൻ. അപ്പാനി ശരത്തിനോട് നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം എപ്പോഴും ഭയങ്കര അഭിമാനത്തോടു കൂടി വാശിപ്പുറത്തും ഒക്കെ സംസാരിക്കുമ്പോൾ പറയാറുള്ളതാണ്, അപ്പാനി ആക്ടറാടാ, അപ്പാനി ഒരു ഗംഭീര ആക്ടറാടാ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന് അത് വളരെ ഉറച്ച് ഇനിയും സംസാരിക്കാൻ പറ്റട്ടെ. അത് എല്ലാവരും അംഗീകരിക്കുന്ന വലിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി വരട്ടെ. അതിഗംഭീരമായ അവസരങ്ങളൊക്കെ അയാളുടെ ഒരൊറ്റ സിനിമ കൊണ്ട് അയാൾ പ്രൂവ് ചെയ്തതാണ്, അയാളുടെ അഭിനയിക്കാനുള്ള റേഞ്ച് എവിടെ വരെയാണെന്നുള്ളത്. അപ്പോൾ അതിനെ ഏറ്റവും നന്നായി പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗംഭീര പ്രൊജക്റ്റുകൾ അദ്ദേഹത്തെ തേടി എത്തട്ടെ എന്നുള്ള ആശംസകളാണ് അപ്പാനി ശരത്തിന് നമുക്ക് കൊടുക്കാനുള്ളത്. പിന്നീട് എവിക്റ്റായി പോകുന്ന ആൾ രേണു സുധിയാണ്. രേണു സുധീനെ കുറിച്ച് എന്ത് പറയാനാണ്. രേണു ഫ്ലവർ അല്ലടാ ഫയറാണ് എന്നവർ പറഞ്ഞില്ലേ, അത് തന്നെയാണ് രേണു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് വട്ടം കൂടി നിന്ന് അവരെ ആക്രമിച്ച് ഇല്ലാണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാലും കത്തിച്ച് ചാരമാക്കി കളഞ്ഞാലും ആ ചാരത്തിൽ നിന്ന് എണീറ്റ് വരുന്ന ഫീനിക്സ് പക്ഷിയില്ലേ, അതാണ് രേണു സുധി. ആസ് എ ഗെയിമർ ബിഗ് ബോസ് ഹൗസിനകത്ത് അവരൊരു പരാജയമായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. ആദ്യത്തെ കുറച്ച് ദിവസത്തെ ബഹളമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രേണു ഭയങ്കര സൈലൻ്റായിപ്പോയി, ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയി. ഇപ്പോൾ അനീഷിനോടൊപ്പം ഉള്ള കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു എന്ന് പറയുന്ന വൈറൽ ക്ലിപ്പിനെയൊക്കെ മാറ്റി നിർത്തിയാൽ രേണു സുധി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. പക്ഷേ രേണു സുധി ഫയറാണ്.
അവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും റീ എൻട്രിയുടെ സമയത്തും ഒക്കെ നമ്മൾ കാണുന്ന അവർ ശിവാംഗിയോടൊപ്പം ആ മൈക്കൊക്കെ വാങ്ങിച്ച് നിന്ന് പാടാൻ കാണിക്കുന്ന കോൺഫിഡൻസ്, അവർക്കൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അവരത്രയും റിയലായിട്ടാണ് നിൽക്കുന്നത്, എന്തിനെ നേരിടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്, എത്രയൊക്കെയോ നേരിട്ട് കരുത്താർജിച്ചിട്ടുള്ള ഒരാളാണ് അവർ. നമ്മൾ ചില സിനിമകളിലോ അല്ലെങ്കിൽ ഉപദേശം മോട്ടിവേഷൻ കൊടുക്കാനൊക്കെ പറയില്ലേ, ഈ ലോകം മുഴുവനെതിരെ നിന്നാലും എന്നൊക്കെ. പക്ഷേ അതൊന്നും എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യമൊന്നുമല്ല. അത് പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലോകം മുഴുവനെതിരെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കാൻ നമ്മളെന്താ രജനികാന്ത. പക്ഷേ ചില ആളുകൾക്ക് അത് പറ്റും. അങ്ങനത്തെ ഒരാളാണ് രേണുസുതി. ആൻഡ് അവർക്ക് അത്രയും സ്ട്രോങ് ആയി തന്നെ തുടരാൻ സാധിക്കട്ടെ. ജീവിതത്തിലെ വലിയ വലിയ നേട്ടങ്ങൾ അവരെ തേടിയെത്തട്ടെ. ഏറ്റവും ഗംഭീരമായി, സമാധാനമായി, സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം രേണുസുതിക്ക് അവർ സ്വന്തമായിട്ട് കെട്ടിപ്പടുത്തോളും. നമ്മൾ ആശംസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ പോലും അതിനൊക്കെ രേണുവിന് സാധിക്കട്ടെ എന്നുള്ള ആശംസകൾ നമ്മൾ നേരാണ്. അതിനുശേഷം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പോകുന്ന വ്യക്തി ശൈത്യയാണ്. ശൈത്യ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവശ്യമുള്ള ഒരാളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവർ വളരെ ജെനുവിനായി തന്നെ നിൽക്കണം എന്ന ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ അവരുടെ ആ ആഗ്രഹത്തിന്, അവരുടെ ജെനുവിനിറ്റിക്ക് തുരങ്കം വെക്കുന്ന ഒന്നെന്ന് പറയുന്നത് പേടിയാണ്. വളരെയധികം ഫിയർ. അതായത് ഞാൻ ഒറ്റപ്പെടുമോ, ഞാൻ ശിക്ഷിക്കപ്പെടുമോ, ഞാനല്ല ഇത് ചെയ്തത് എന്ന് പറയാനുള്ളൊരു വ്യഗ്രത അവരുടെ ഉള്ളിലുണ്ട്. മുമ്പ് ലിപ്സ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ബിഗ് ബോസ് ഹൗസിൻ്റെ തുടക്ക സമയത്ത് ലിപ്സ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചു. പക്ഷേ ശൈത്യ എണീറ്റ് എന്ന് പറയുന്നത് അവരെല്ലാവരും ഉപയോഗിച്ചു, അതുകൊണ്ട് ഞാനും ഉപയോഗിച്ചു എന്നുള്ള രീതിയിലാണ്. അവിടെ ശൈത്യയുടെ സെൻറ്റൻസ് കൺസ്ട്രക്ഷനിലുള്ള പ്രശ്നമാണ് ശൈത്യയ്ക്ക് ഒരു വലിയ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ശൈത്യ എണീറ്റ് നിന്നിട്ട് ലാലേട്ടാ ഞങ്ങളെല്ലാവരും ഉപയോഗിച്ചു, നമുക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങളെല്ലാവരും ശിക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് ശൈത്യ അത് ഏറ്റുവാങ്ങിയിരുന്നെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ശൈത്യയുടെ ആ ഒരു ഇമേജ് മോശമാവില്ലായിരുന്നു. പക്ഷേ ശൈത്യ പറയുന്നത് ഇവരെല്ലാവരും എന്നാണ്. അതായത് നമ്മൾ ഗ്രൂപ്പായി ഒരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങളെല്ലാവരും, ഇവരെല്ലാവരും എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ മാറ്റി നിർത്തിയിട്ട് സ്വയം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്ന പോലെ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ അത് നമുക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ബാക്കിയുള്ളവരിൽ ഉണ്ടാകുന്ന ഒരു ഇമേജ് വളരെ മോശമായിരിക്കും. അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള പേടി, പിടിക്കപ്പെടുമോ എന്നുള്ള പേടി, തെറ്റുകാരിയാകുമോ എന്നുള്ള പേടി, ഒരു പക്ഷേ ചൈൽഡ്ഹുഡ് മുതൽ അവർ ക്യാരി ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഒരുപാട് ജെനുവിനായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുകയും ഉള്ളിലെ പേടി കൊണ്ട് അതിന് സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശൈത്യ എന്ന് പറയുന്നത്. ആ പേടിയെ മറികടക്കാൻ അവർക്ക് പറ്റുകയാണെങ്കിൽ അവർക്ക് വളരെ ജെനുവിനായി അവരാഗ്രഹിക്കുന്നത് പോലെ ഒരു ജെനുവിൻ ഫ്രണ്ടായിട്ട് ഒരു ഫ്രണ്ട്സ് ഗാങ്ങിൽ നിലനിൽക്കാൻ പറ്റും. അത് അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് വെളിച്ചം കൊണ്ടുവരും, ഒരുപാട് കോൺഫിഡൻസ് കൊണ്ടുവരും. നമ്മളിപ്പോഴും കാണുന്ന അവർ പുറത്തിറങ്ങിയിട്ട് തിരിച്ചു കയറുമ്പോഴും പറയുന്നത് പുറത്തുനിന്നുള്ള ആ സൈബർ അറ്റാക്ക് അവരെ തകർക്കുന്നു എന്നുള്ളതാണ്. സൈബർ അറ്റാക്ക് ഏതൊരു മനുഷ്യനെയും തകർക്കാൻ അത്രയും ശക്തിയുള്ള ഒന്നാണ്. ഫോൺ കോളുകൾ വരിക, മെസ്സേജുകൾ വരിക, അതുപോലെ എന്ത് ഫോട്ടോ ഇട്ടാലും നമുക്ക് കമൻസിൽ ഇങ്ങനെ ഒരു ആരോപണം വരിക. ഇവരൊക്കെ പബ്ലിക് ഫിഗേഴ്സാണ്, പുറത്തിറങ്ങി ജീവിക്കേണ്ടവരാണ്. ഇൻസ്റ്റാഗ്രാം ഓഫ് ചെയ്ത് വെച്ചുകൂടെ, കമൻറ്റ് ബോക്സ് നോക്കാതിരുന്നൂടെ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. ഈ ആക്രമണങ്ങളൊക്കെ നേരിടുമ്പോഴും ശൈത്യയ്ക്ക് അതിനെ നേരിടാനുള്ള കരുത്തുണ്ടാവട്ടെ. ഉള്ളിൽ നിന്ന് ആ ഫിയറിനെ എടുത്തു മാറ്റി, സ്വന്തം ഇമേജിനെ കുറിച്ചുള്ള ആ ഫിയറിനെയൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് വളരെ ജെനുവിനായി, വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് വരാൻ ശൈത്യയ്ക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസയാണ് നമുക്ക് നേരാനുള്ളത്. ശൈത്യയ്ക്ക് ശേഷം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആവുന്നത് മസ്താനിയാണ്. മസ്താനിയെ സംബന്ധിച്ച് എല്ലാവരും ഏറ്റവും കൂടുതൽ മസ്താനിയെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒനീലിൻ്റെ സ്പർശനം ഒരു ബാഡ് ടച്ച് ആയിരുന്നോ എന്നൊരു സംശയം അവർ സൂചിപ്പിക്കുന്നു. ലക്ഷ്മിയോട് പറയുന്നു, ലക്ഷ്മി വളരെയധികം ഷൗട്ട് ചെയ്യുന്നു, അതൊരു വലിയ വിഷയമായി മാറുന്നു. പക്ഷേ ബിഗ് ബോസും ലാലേട്ടനും അത് ഡീൽ ചെയ്ത രീതിയിൽ മസ്താനിയോട് കാണിച്ചത് ഒരു അനീതിയല്ലേ എന്നുള്ള ചോദ്യം ഇപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്. കാരണം അവരൊരു സംശയം പറഞ്ഞു, ആ സംശയം ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ പേരിൽ അവരെ ബ്ലെയിം ചെയ്യുന്നൊരു സാഹചര്യം. സിമിലർ ആരോപണം ഉന്നയിച്ച അനുമോൾക്കൊക്കെ എതിരെ എന്ത് നടപടിയാണ് ബിഗ് ബോസ് എടുത്തത്? ഇത്രയും കർശനമായിട്ടാണോ ആ വിഷയങ്ങളെ ഡീൽ ചെയ്തത്? ഒരിക്കലുമല്ല. പക്ഷേ മസ്താനിയുടെ കാര്യത്തിൽ അവരെ ഡീൽ ചെയ്തതിൽ ബിഗ് ബോസിനും മോഹൻലാലിനും പിഴവ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ ആവരുതായിരുന്നു എന്ന് തന്നെ നമ്മൾ വീണ്ടും ഉറച്ച ശബ്ദത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ മസ്താനിയുടെ ഭാഗത്തുനിന്ന് മറ്റു വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. ഈ പിണക്കി വിട്ടിട്ടുള്ള അല്ലെങ്കിൽ വിഷമിപ്പിച്ചിറക്കി വിട്ടിട്ടുള്ള പല ആളുകളും പിന്നീട് കാണുമ്പോൾ മസ്താനിയോട് കാണിക്കുന്നൊരു സ്നേഹമുണ്ട്. ക്ഷമിച്ച്, പുറത്ത്, സാരമില്ല, എല്ലാം പോട്ടെ എന്നൊക്കെ പറയുന്ന ആ ഒരു ചേർത്ത് നിർത്തലുണ്ടല്ലോ, ആ ചേർത്ത് നിർത്തലിൽ നിന്ന് മസ്താനിക്ക് കൂടുതൽ പാഠങ്ങൾ പഠിക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു ആശംസയാണ് നമുക്ക് നേരാനുള്ളത്. മസ്താനിക്ക് ശേഷം എവിക്റ്റ് ആവുന്ന മറ്റൊരു വൈൽഡ് കാർഡ് എന്ന് പറയുന്നത് പ്രവീണാണ്. പ്രവീൺ ആകെ ഒരൊറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പ്രവീണിൻ്റെ തോളത്തൊരു വലിയ ചാക്കുണ്ടായിരുന്നു, ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു, കുറേ സ്ട്രാറ്റജികൾ ഉണ്ടായിരുന്നു, വമ്പൻ പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഭാരം കാരണം പുള്ളി മുന്നോട്ടായിരുന്നത് ഭയങ്കര സ്ലോ ആയിപ്പോയി. പല കാര്യങ്ങളിലും പുള്ളി പ്രതികരിക്കുന്നത് വളരെ ലേറ്റായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു പോയി. മാത്രമല്ല
പുള്ളി കുറച്ചും കൂടി മുന്നിലേക്ക് ഓടി എത്തണമായിരുന്നു. ഇത്രയും ലേറ്റായി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇത്രയും പ്ലാനുകൾ അയാൾക്കുണ്ടായിരുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് കുറച്ചും കൂടി നേരത്തെ അത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങണമായിരുന്നു. കുറച്ചും കൂടി ഉറച്ച ശബ്ദത്തിൽ. ഇപ്പോൾ റീ എൻട്രിയുടെ സമയത്തുള്ള ഒരു സംസാരത്തിനിടയിൽ ഒരു കണ്ടസ്റ്റൻറ്റ് പറയുന്നത് എങ്ങനെയാണ്, ആ ഇഷ്യൂ നമ്മൾ സംസാരിച്ചാൽ പ്രവീൺ വരില്ല എന്നൊരു മുൻവിധി ആളുകളിൽ ഉണ്ടാവുന്ന തരത്തിൽ അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനോടൊപ്പം തൻ്റെ സ്ട്രാറ്റജികൾ ചേർത്ത് വെക്കുക എന്ന് പറയുന്നതാണ് പ്രവീൺ തുടക്കത്തിലേ ചെയ്തത്. അത് പ്രവീണിന് പറ്റിയൊരു അബദ്ധമായിട്ടാണ്, അല്ലെങ്കിൽ എവിക്റ്റ് ആവാനുള്ള, വളരെ നേരത്തെ എവിക്റ്റ് ആവാനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ ഒരുപാട് കാലിബറുള്ള, ഒരുപാട് ഐഡിയാസ് ഉള്ളിലുള്ള ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങിയുള്ള സംസാരത്തിലും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ അമർഷവും അദ്ദേഹം എക്സിറ്റ് ഇൻ്റർവ്യൂ നമ്മൾ നോക്കിയാലും അത് കഴിഞ്ഞ് തിരിച്ച് റീ എൻട്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഒക്കെ ആ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാനുണ്ട്. പക്ഷേ ഇനിയും ഐഡിയാസും സ്ട്രാറ്റജീസും ഒക്കെ ഇത് നമ്മുടെ തലയിലുണ്ടാവുന്നതല്ലേ. ഐഡിയയും സ്ട്രാറ്റജിയും ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയില്ലായിരിക്കും, പക്ഷേ നാളെ ഒരു ആവശ്യം വരുന്ന സമയത്തും ഇതേ തല നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് കൂടുതൽ മികച്ച സ്ട്രാറ്റജികളും ഐഡിയകളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയേക്കാം. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഇനിയും തന്നെ തേടി വരുന്ന അവസരങ്ങളിൽ ആ ഐഡിയാസും സ്ട്രാറ്റജീസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല നിലയിലേക്ക് ഉയർന്നു വരാൻ പ്രവീൺ ഇനിയും സാധിക്കട്ടെ എന്നുള്ള ആശംസകളാണ് പ്രവീണിന് നേരാനുള്ളത്. 50 ദിവസം ബിഗ് ബോസ് ഹൗസിൽ പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് എവിക്റ്റ് ആവുന്ന വ്യക്തി റെനയാണ്. റെന മണാലിക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഫുൾ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് മുണ്ടക്കയത്തേക്ക് പോകുന്ന KSRTC ബസ്സിൽ കയറി എന്ന് പറയുന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നു. കാരണം റെനയുടെ ആറ്റിറ്റ്യൂഡും ഐഡിയാസും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ മുണ്ടക്കയത്തിനെ കുറച്ച് കാണുമല്ലോ കേട്ടോ. മുണ്ടക്കയത്തിന് വരെ നിങ്ങൾ ഫോട്ടോ വെച്ചെടുത്തോ, അല്ലെങ്കിൽ ഏത് സ്ഥലം വേണമെങ്കിലും എടുത്തോ. എന്തായാലും മണാലിക്ക് പോകാനുള്ള ബസ്സിലല്ല, മണാലിക്ക് പോകണമെന്നുള്ള ആഗ്രഹമായിട്ട് റെന വന്ന് കയറിയിട്ടുള്ളത്. റെനയുടെ ഐഡിയാസും ആശയങ്ങളും അവളുടെ ആ പ്രായത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ക്രൗഡിലേക്കല്ല അവൾ ചെന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ അവൾ അവിടെ നല്ല സൗഹൃദങ്ങളുണ്ടാക്കി, നല്ല ഡിസ്കഷനുകളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ബിഗ് ബോസിലേക്ക് റെനയെ ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ തന്നെ ആയിരുന്നു റെന. ആൻഡ് റെനേനെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി അവിടെ ശ്രമിച്ച കുറേ ആളുകളൊക്കെ ഉണ്ട്. ആക്ച്വലി റെനയെ പോലെ ഒരാളെ, അല്ലെങ്കിൽ റെനയുടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് അവരെ ഉപദേശിച്ചൊന്നും പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അവരെ അനുഭവങ്ങളിലൂടെ പഠിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ്. അനുഭവങ്ങളിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ് റെന. ഒരുപാട് സൈബർ ബുള്ളിങ്ങും അറ്റാക്കും ഒക്കെ നേരിട്ട് സോഷ്യൽ മീഡിയയിൽ തൻ്റേതായ ഒരു ഇടം കണ്ടെത്തിയിട്ടുള്ളൊരു പെൺകുട്ടിക്ക് അവൾക്ക് ഇനിയും തൻ്റേതായ അനുഭവങ്ങളിൽ നിന്ന് തന്നെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. ആരുടെ കൂടെ നിൽക്കണം, ആരുടെ കൂടെ നിൽക്കണ്ട, ആരുടെ ഉപദേശങ്ങൾ കേൾക്കണ്ട എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു വിവേകം, കൺസിഡറിങ് അവരുടെ പ്രായം അവരിലുണ്ട്. റീ എൻട്രിക്ക് ശേഷമുള്ള ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷനിലും അല്ലാതെയുമൊക്കെ റെന ആരെയാണ് അവരുടെ സൗഹൃദങ്ങളിൽ ചേർത്ത് വെക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ മുന്നോട്ടുള്ള യാത്രയാണ്, മുന്നോട്ടുള്ള ജീവിതത്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. തീർച്ചയായും അവരുടെ തീരുമാനങ്ങൾ അവർക്ക് കൂടുതൽ വിജയങ്ങൾ കൊണ്ട് കൊടുക്കട്ടെ. മുന്നോട്ട് പോകുന്തോറും അനുഭവങ്ങൾ അവരെ കൂടുതൽ മികച്ച വ്യക്തിത്വമായി മാറ്റിയെടുക്കട്ടെ എന്നുള്ള ആശംസയാണ് റെനയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ളത്. റെനയ്ക്ക് ശേഷം ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നത് അഭിലാഷായിരുന്നു. അഭിലാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അഭിലാഷ് തീയാണ്, പക്ഷെ കൺട്രോൾ ഇല്ലാണ്ടായിപ്പോയി. അതാണ് പ്രശ്നം. ചില സമയത്ത് തോന്നും അഭിലാഷ് എന്തൊരു നല്ല മനുഷ്യനാണ്, എന്തൊരു സ്ട്രോങ് ആയിട്ടാണ് അദ്ദേഹം ന്യായങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് തോന്നും ഇയാൾ എന്താ ഇങ്ങനെ, പുള്ളിക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ, ഈ തീരുമാനം ഭയങ്കര മോശമായി പോയല്ലോ. അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു എക്സ്ട്രീം സൈഡിലാണ് നമ്മൾ അഭിലാഷിനെ കൂടുതലും കാണുന്നത്. എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിലും പുള്ളി അവിടെ ഷൗട്ട് ചെയ്യുന്നു, ബഹളം വെക്കുന്നു, കത്തിക്കേറി പോകുന്നു. അല്ലെങ്കിൽ ശരിയല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി കത്തിക്കേറി പോകുന്നു. ഈ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഭാഷ, അഭിസംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവിടെയൊക്കെയും അഭിലാഷ് ഒരുപാട് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് തോന്നും പുള്ളി അതൊക്കെ കൺട്രോൾ ചെയ്ത് നന്നായി, നല്ല രസമായിട്ട്, അഭിലാഷ് എന്ത് രസമായിട്ട് ആ സിറ്റുവേഷൻ ഡീൽ ചെയ്ത് എന്നൊക്കെ തോന്നുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും പൊട്ടിത്തെറിക്കും. പക്ഷേ ഈ റീ എൻട്രിയുടെ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ആര്യനോടും ജിസേലിനോടും ഒക്കെ മാപ്പ് പറയുന്ന, അവരെക്കുറിച്ച് സംസാരങ്ങൾ ഉണ്ടായപ്പോൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് അഭിലാഷ്. അപ്പോൾ അതിനവരോട് മാപ്പ് പറയുന്ന രീതിയിൽ അഭിലാഷിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വന്തം തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തനിക്ക് തെറ്റായി തോന്നുന്ന കാര്യങ്ങൾ തിരുത്തി ആങ്കറിനെ, അല്ലെങ്കിൽ ഉള്ളിലുള്ള തീ, അയാളുടെ ഉള്ളിൽ അത്രയും തീയുണ്ട്, ആ തീയൊക്കെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പക്ഷേ ആ തീക്ക് കൺട്രോൾ വേണം. ആ കൺട്രോൾ അഭിലാഷിന് ഉണ്ടാവട്ടെ. നല്ല നല്ല നേട്ടങ്ങളിലേക്ക്, അയാൾ തന്നെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രൊജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ മുന്നിലുണ്ട്. ആ നല്ല നല്ല നേട്ടങ്ങൾ അയാളെ തേടിയെത്തട്ടെ, എല്ലാം ഗംഭീരമായിട്ട് വരട്ടെ എന്നുള്ള ആശംസയാണ് അഭിലാഷിന് നേരാനുള്ളത്. അതിനുശേഷം മറ്റൊരു വൈൽഡ് കാർഡാണ് ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു പോയത്. അത് ജിഷിനായിരുന്നു. ജിഷിൻ എന്ന് പറയുന്നത് അന്നേരത്തെ ദേഷ്യത്തിന്, അന്നേരത്തെ ഒരു വാശിക്ക് ഏതറ്റം വരെയും ബഹളം വെക്കും, എന്തും വിളിച്ച് പറയും എന്ന് നമുക്ക് തോന്നുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ ദേഷ്യമൊക്കെ അടങ്ങിക്കഴിഞ്ഞ് ഇയാളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്ടല്ലോ, അശ്വടാടാ സോറിയടാ അത് അങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറയുന്ന പൂച്ചക്കുഞ്ഞിനേക്കാൾ മൃദുവായിട്ടുള്ള വേറെന്തോ ആയി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എപ്പോഴും അത്
ഒരു നല്ല രീതിയിലായിരിക്കില്ല. കാരണം ദേഷ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയും നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും മറ്റേ ആളുകളുടെ ഉള്ളിലുണ്ടാക്കാൻ സാധ്യതയുള്ള ആഴത്തിലുള്ള മുറിവുകളുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി സോറി പറയുന്ന സമയത്ത് അവരും അത് ക്ഷമിക്കാൻ തയ്യാറാവുമായിരിക്കും. പക്ഷേ ആ മുറിവ് അത് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പക്ഷെ അപ്പോൾ പോലും ഈ പറയുന്ന പൊട്ടിത്തെറികൾക്കപ്പുറത്തേക്ക് ദേഷ്യങ്ങളോ വെറുപ്പോ ഒന്നും ഉള്ളിൽ കൊണ്ട് നടന്ന് അത് ആളുകളിലേക്ക് ഒരു ഉപദ്രവമാക്കി കൊടുക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരാളായിട്ട് ജിഷിനെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ദേഷ്യം വന്നു, ജിഷിൻ അത് പ്രകടിപ്പിച്ചു, അതിനുശേഷം അത് കോംപ്രമൈസ് ആവുകയോ അല്ലെങ്കിൽ ആ പ്രകടിപ്പിക്കലോടുകൂടി അത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ദേഷ്യവും വെറുപ്പും ഒന്നും ജിഷിൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ജിഷിൻ എവിക്റ്റായി പോയത് ഒരു കൃത്യസമയത്ത് തന്നെയായിരുന്നു. ഒരു പക്ഷേ കുറച്ചുകൂടി അവിടെ നിന്നിരുന്നെങ്കിൽ പ്രഷർ കുക്കർ പോലെയായി മാറിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ഹൗസിൽ അയാൾക്ക് അയാളുടെ ഭാഷയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ, ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ കൂടുതൽ മോശമായ ഒരു സിറ്റുവേഷനിലേക്ക് വന്നേനെ. പക്ഷേ ഇത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇമേജോടുകൂടി തന്നെയാണ് ജിഷിൻ അവിടെ നിന്ന് എവിക്റ്റ് ആയിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റട്ടെ. ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രകടിപ്പിക്കേണ്ടതാണ്. ഇമോഷൻസ് ഹോൾഡ് ചെയ്തിരിക്കാൻ പാടില്ല. പക്ഷേ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ആങ്കർ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റട്ടെ. അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളുമാണ് ജിഷിന് നേരാനുള്ളത്. അതിനുശേഷം FC ബോയ് AKA ഒനീൽ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അതായത് പുള്ളിയുടെ ആശയങ്ങൾ, പുള്ളി പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ വടക്കോട്ട് പോകുമ്പോൾ പ്രവൃത്തി മുഴുവൻ തെക്കോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എൻട്രിയും കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരു റൗണ്ട് ടേബിൾ. ആ സമയത്ത് ഒനീൽ പറയുന്നത് ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ വിമുക്തമായിട്ടാണ് പുറത്തേക്ക് പോകുന്നതെന്ന്. പക്ഷേ ഇതേ ഒനീലാണ് എവിക്റ്റായിപ്പോൾ എല്ലാവരോടും ഓക്കെ ഒക്കെ പറഞ്ഞു പോയിട്ട് പുറത്തിറങ്ങിയിട്ട് അകത്തുള്ള ആളുകളെക്കുറിച്ചും ബിഗ് ബോസ് ഹൗസിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും വീണ്ടും സംസാരിച്ച് അത് കുറേം കൂടി മോശമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയെന്നാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം ഈ പറയുന്ന പുരോഗമന ചിന്തകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിടുന്നുണ്ടെങ്കിലും വളരെയധികം സദാചാരപരമായിട്ടുള്ള സംസാരങ്ങൾക്കിടയിലും തൻ്റേതായിട്ടുള്ള ഗംഭീര കോൺട്രിബ്യൂഷൻസ് നൽകുന്ന ഒനീലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജെൻസിയുടെ ക്ലോത്തിങ് ഉള്ള ആൽഫ ജെന്നിൻ്റെ ഭാഷ ഉപയോഗിക്കുന്ന, എന്നാൽ ചിന്തകളിലും പ്രവർത്തികളിലും ഒക്കെ ചില സമയത്ത് 80s ചില സമയത്ത് 70s വരെ പോകുന്ന ഒനീലിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുരോഗമനപരമായ ഒരു വിഷയത്തിനൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും അല്ലാതെ വരുമ്പോഴൊക്കെ ഒനീലിൻ്റെ പ്രവൃത്തിയും സംസാരവും തമ്മിൽ നമുക്കൊരു ബന്ധവും കാണാൻ പറ്റില്ല. ആ ഒരു പ്രശ്നത്തെ മാറ്റി നിർത്തിയാൽ ഹീസ് എ വണ്ടർഫുൾ ഷെഫ്, അല്ലെങ്കിൽ ഒരു കിച്ചണൊക്കെ മാനേജ് ചെയ്യുന്നതിലുള്ള അയാളുടെ പ്രത്യേകത. ബിഗ് ബോസ് ഹൗസിലുള്ള സമയത്താണെങ്കിലും അയാൾ കിച്ചണിലുണ്ടോ അവിടെ പ്രശ്നങ്ങളുണ്ടാവില്ല. നമ്മൾ തുടക്കത്തിൽ നോക്കുമ്പോഴാണെങ്കിലും പിന്നീടാണെങ്കിലും അയാളുടെ ഒരു എനർജി ഒക്കെ ഉണ്ട്. അയാൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ടാലൻറ്റുകൾ, അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ അദ്ദേഹത്തെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്നുള്ള ആശംസയാണ് ഒനീലിന് നമുക്ക് നേരാനുള്ളത്. ഇനിയാണ് അൺഫെയർ എവിക്ഷൻ എന്നുള്ള വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് തുടങ്ങത്തക്ക രീതിയിലുള്ള എവിക്ഷൻസ് സംഭവിക്കുന്നത്. അതിലാദ്യത്തെ ആൾ ജിസേലാണ്. ജിസേലിനെ കുറിച്ച് സിമ്പിളായിട്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ജെനുവിൻലി ജിസേൽ എന്നുള്ളതാണ്. അത്രയും ജെനുവിനായിട്ട് അവിടെ നിന്നിട്ടുള്ള ഒരാളാണ്, ക്വാളിറ്റി ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ നമുക്ക് പെരുമാറാനും വിശ്വസിക്കാനും അടുത്തിരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്ന വളരെയധികം ക്വാളിറ്റി ഉള്ള ഒരാൾ. പക്ഷേ നെവിൻ പറഞ്ഞ പോലെ ആലു പൊറോത്തയിലേക്ക് അടിപതറിപ്പോയ ഒരു ഗെയിമാണ് ജിസേലിന് ഉണ്ടായിരുന്നത്. ജിസേൽ എവിക്റ്റായി പോയത് അൺഫെയർ എവിക്ഷൻ എന്ന് പലരും പറയുമ്പോഴും അത്രയും അൺഫെയർ ആയിട്ടുള്ളൊരു എവിക്ഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ആ സമയമൊക്കെ ആയപ്പോഴേക്കും ജിസേലിൻ്റെ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് ജിസേലിൻ്റെ കയ്യിൽ നിന്ന് പോവുകയും വളരെയധികം ഇമോഷൻസിന് അടിപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തികളിലേക്ക് അവർ നീങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമോഷണലി അവർ ഭയങ്കര ഡൗൺ ആവുകയും ചെയ്തു. ബിഗ് ബോസ് പോലൊരു മൈൻഡ് ഗെയിമിൽ അത് നമുക്കങ്ങനെ അംഗീകരിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമല്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ ജിസേൽ എല്ലാത്തിലും ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അവരുടെ റിലേഷൻഷിപ്സിലാണെങ്കിലും അവരുടെ പെരുമാറ്റത്തിലാണെങ്കിലും അവരുടെ ഗെയിമിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് ജിസേലിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് കാണാൻ പറ്റും. നമുക്കിപ്പോൾ എല്ലാവരോടും പറയാനൊന്നും പറ്റില്ല, നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടൊക്കെ നിങ്ങൾ ക്ഷമിക്കുക, എന്നാലും നിങ്ങൾ മാന്യതയുടെ ഒരു സംഭവം ആവുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജിസേൽ ആ സന്ദർഭങ്ങളിലും കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അവരെ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ള ആളുകളെ വീണ്ടും കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ആളെ നേരിട്ട് കണ്ട സമയത്ത് ജിസേലിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. നിനക്ക് ഇപ്പോഴും എന്നോട് സോറി പറയാൻ തോന്നുന്നില്ല? ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇല്ല എന്നൊരു മറുപടിയാണ് വന്നത്. അത്രേ ഉള്ളൂ നീ എന്നേ ജിസേൽ അവിടെ പറഞ്ഞിട്ടുള്ളൂ. നീ എന്നോട് തെറ്റ് ചെയ്തില്ല, നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ മറ്റല്ലേ മറിച്ചല്ലേ ബഹളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി. ബഹളവും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് മോശമാണെന്നല്ല, പക്ഷേ ജിസേൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിനുള്ളിൽ തന്നെയാണ് അവരുടെ പെരുമാറ്റങ്ങൾ, അവരെ തന്നെ പോർട്രേ ചെയ്യുന്ന രീതി, അതൊക്കെയും അവരങ്ങനെ തന്നെയാണ് ക്യാരി ചെയ്യുന്നത്. അതെന്തുമാത്രം സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരാളുടെ ഭാഗത്തു നിന്നാണ് സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. അവരിന്ന് നേടുന്ന സ്നേഹം, അത് അവരുടെ കണ്ടസ്റ്റൻസിനെ ആണെങ്കിലും അവർ പറയുന്നുണ്ട്, കേരളത്തിൽ വന്നപ്പോൾ ഒരുപാട് യങ് ഗേൾസ് എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. ആ സ്നേഹമൊക്കെയും അവരർഹിക്കുന്നുണ്ട്. അത് അവർ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡിൻ്റെ, അവരുടെ ഉള്ളിലുള്ള സെൽഫ് കോൺഫിഡൻസിൻ്റെ റിഫ്ലക്ഷനിൽ നിന്ന് വരുന്നതാണ്. ഈ ഒരു സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർ തങ്ങൾക്ക് നീതി കിട്ടാത്തതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞിട്ടുള്ളൊരു സീസണാണ്. പക്ഷേ ഈ സീസണിൽ
എല്ലാ പുരുഷന്മാരും വളരെയധികം ധൈര്യത്തോടു കൂടി, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് ഭയങ്കര സങ്കടമാണ്, പക്ഷേ വളരെയധികം ധൈര്യത്തോടു കൂടി ഒപ്പം ഇരിക്കുകയും സംസാരിക്കുകയും ഒരു ഗെയിമിനിടയിൽ പോലും ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒട്ടും ഭയക്കാതെ ഡീൽ ചെയ്തിട്ടുള്ള ഒരാൾ അത് ജിസേലാണ്. കാരണം ജിസേൽ തിരിച്ചും അങ്ങനെയാണ്. നമുക്ക് അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു നല്ല ഫ്രണ്ടിനെ, നല്ലൊരു കേൾവിക്കാരിയെ, ഫോൾസ് അലിഗേഷൻസ് പറയാത്ത ഒരു നല്ല ക്യാരക്ടറിനെ കിട്ടുക എന്ന് പറയുന്നത് അത് ഈ സീസണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ജിസേൽ അത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ജിസേൽ ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യമില്ലേ, എന്നെ മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇപ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട് എന്നവർ പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ കൂടെ ജിസേലിന് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഒരു റെസ്പെക്റ്റിൽ നിന്നാണ് ആ സ്നേഹം ജിസേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഷീ ട്രൂലി ഡിസേർവ് ഇറ്റ്. അവരത് ഏൺ ചെയ്തെടുത്തതാണ്, അവരുടെ ക്യാരക്ടറിന് കിട്ടിയ റിവാർഡാണത്. ആൻഡ് ആ സ്നേഹവും ബഹുമാനവും ഇനിയും ഇരട്ടിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ ജിസേലിന് എത്തിപ്പിടിക്കാനാവട്ടെ എന്നുള്ള ആശംസകളാണ് ജിസേലിന് നമുക്ക് നേരാനുള്ളത്. ജിസേലിന് ശേഷം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളയാൾ അത് ബിന്നിയാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരുപാട് പേർക്ക് ഒരുപക്ഷെ വലിയ വിയോജിപ്പുള്ളൊരു കാര്യം തന്നെയായിരിക്കും. പക്ഷേ നമ്മളിത് പൂർണ്ണമായും വിശ്വസിക്കുന്നു, അത്രയും സ്ട്രോങ് ആയി തന്നെയാണ് പറയുന്നത്. ബിന്നി വാസ് എ ഗുഡ് ഗെയിമർ. അതിഗംഭീരമായ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗെയിമർ തന്നെയായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് എവിടെയും പോരാടാനുള്ളൊരു കപ്പാസിറ്റി ബിന്നിക്കുണ്ട്. ബിന്നി ഓഫ് കോഴ്സ് കരഞ്ഞിട്ടുണ്ട്, ബിന്നി വളരെ സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ബിന്നി വാസ് സ്ട്രോങ്. മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ പേഴ്സണൽ കാര്യങ്ങൾ വലിച്ച് കീറി ഒട്ടിച്ച് അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ലാതെ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കണ്ടിട്ടുള്ള പല ബഹളങ്ങളുടെയും തുടക്കം ഇട്ട് കൊടുക്കാൻ എന്ന് വെച്ചാൽ അത് ക്യാരി ചെയ്ത് പല ആളുകളും പല വഴിക്കും കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒത്തിരി ആളുകളുടെ ക്യാരക്ടേഴ്സ് എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ തുടക്കം ഇട്ട് കൊടുക്കാൻ ബിന്നിക്ക് സാധിച്ചിട്ടുണ്ട്. അത് അത്രയും ഗെയിം ഒബ്സർവ് ചെയ്താൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബിന്നിയുടെ ഭാഗത്തു നിന്നുള്ള പല കാര്യങ്ങളിലും നമുക്ക് എന്തൊക്കെ വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞാലും അവരിലെ ഗെയിമറെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആൻഡ് ഷീ ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. അവരവിടെ ഉണ്ടാക്കിയിട്ടുള്ള സൗഹൃദങ്ങൾ, ബിന്നി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കണ്ണീരൊക്കെ വളരെ റിയലായിരുന്നു. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ നേട്ടമാണ്. അത്രയും ജെന്യുവിനായി നിൽക്കുന്ന ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ഇനിയും ജെന്യുവിനായി നിൽക്കാനും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും ഒക്കെ ബിന്നിക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസകളാണ് ബിന്നിക്ക് നേരാനുള്ളത്. അടുത്ത വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ചോയ്സസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും രീതികളും ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതൊക്കെ പ്രകടിപ്പിക്കുന്നതിന് മാന്യമായൊരു ഭാഷയുണ്ട്. നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത്, ആരോടാണോ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത്, അവർക്കൊരിക്കലും മറക്കാനാവാത്ത ഏറ്റവും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാനാവില്ല. ആ വിയോജിപ്പ് ഇന്നീ നിമിഷവും അവരിതുവരെ അതിന് മാപ്പ് പറഞ്ഞിട്ടില്ല. ഇന്നീ നിമിഷം വരെയും അതിനോടുള്ള വിയോജിപ്പുകൾ മുഴുവൻ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് ലക്ഷ്മിയാണ്. അവർക്ക് ലെസ്ബിയൻ കപ്പിളിനെ കുറിച്ചുള്ള ചിന്താഗതികൾ എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷേ അതവർ പ്രകടിപ്പിക്കേണ്ട ഭാഷ ഇതായിരുന്നില്ല. അവരുടെ ആശയങ്ങൾ അവരുടെ സ്വന്തം ചിന്തകളാണ്, അത് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, പക്ഷേ പ്രകടിപ്പിക്കേണ്ട ഭാഷ ഇതായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാണ് ഷി വാസ് എ ഗുഡ് ഗെയിമർ. എന്ന് വെച്ചാൽ നമുക്ക് ഗ്രാൻഡ് ഫിനാലയിൽ ഈ അവസാന ആഴ്ചയിലേക്ക് വരുമ്പോൾ ശരിക്കും മിസ് ചെയ്ത ഒരു ഗെയിമർ അത് ലക്ഷ്മിയായിരുന്നു. ലക്ഷ്മി ഒറ്റയ്ക്കാണ് വന്നത്. ഗ്രൂപ്പായി വന്നിട്ട് തമ്മിൽ സപ്പോർട്ട് ചെയ്ത് നിന്ന പ്ലെയേഴ്സൊക്കെ ഫൈനലിലേക്ക് വരികയും ഒരൊറ്റ ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ തകർന്നു പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്കാവുന്ന സമയത്ത്. പക്ഷേ ലക്ഷ്മി വന്നത് ഒറ്റയ്ക്കാണ്, ഫൈറ്റ് ചെയ്തത് ഒറ്റയ്ക്കാണ്. എല്ലാവരും ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴും ലക്ഷ്മിക്ക് അവരുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡുണ്ട്. അവിടെ ഉറച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് അവർക്കുണ്ട്. ആളുകളെ മനസ്സിലാക്കാനും ഒബ്സർവ് ചെയ്ത് അവരെ ഏത് രീതിയിൽ എങ്ങനെ തൻ്റെ ഗെയിമിലേക്ക് കൊണ്ടുവരണമെന്നുള്ള കൃത്യമായ ധാരണ ലക്ഷ്മിക്കുണ്ട്. ഷാനവാസിക്കയുടെ കാര്യം നമ്മൾ കണ്ടതാണ്. റീ എൻട്രിയുടെ സമയത്ത് അനിമോളുടെ അടുത്ത് ലക്ഷ്മി എങ്ങനെയാണ് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ലക്ഷ്മിക്ക് കുറച്ചും കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗ്രാൻഡ് ഫിനാലിൽ നമ്മൾ കാണുന്ന മുഖങ്ങൾ പോലും ചിലപ്പോൾ മാറിപ്പോകുമായിരുന്നു. അത്രയധികം ഗെയിമിൽ ഇൻവോൾവ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ഗെയിമറായിരുന്നു ലക്ഷ്മി ശരിക്കും ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നതിന് പകരം ആദ്യമേ ബിഗ് ബോസ് ഹൗസിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറേയും കൂടി ഗെയിം കാണാമായിരുന്നു. സോ അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ഗെയിമർ എന്തായാലും വ്യക്തി ജീവിതത്തിൽ കുറേ കൂടി കാര്യങ്ങളെ വ്യക്തമായി കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന, വളരെ സ്ട്രോങ് ആയി തനിക്ക് നേരെ വരുന്ന ചലഞ്ചുകളെ നേരിടാൻ പറ്റുന്ന നല്ലൊരു ഭാവി ലക്ഷ്മിക്ക് നേരുകയാണ് നമ്മൾ. നെക്സ്റ്റ് എവിക്റ്റായി പോയ അയാൾ എവിക്റ്റായി പുറത്തേക്ക് പോകുമ്പോൾ ലാലേട്ടൻ അയാളെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു വെൽ പ്ലേഡ് മാൻ. എന്നിട്ടൊരു ചോദ്യമാണ് എന്തു പറ്റി എന്നുള്ളത്. ആ ചോദ്യം ഏറ്റുവാങ്ങിയ ആര്യൻ നമുക്ക്
ഫൈനൽ 5-ൻ്റെ നഷ്ടം എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗെയിമറാണ്. ഹി വാസ് എ ഗുഡ് ഗെയിമർ. അതിപ്പോൾ മൈൻഡ് ഗെയിം എന്നുള്ള രീതിയിലാണെങ്കിലും ഫിസിക്കൽ ടാസ്കുകളിൽ അയാളുടെ ഇൻവോൾവ്മെൻ്റ് ആണെങ്കിലും അതിഗംഭീരമായിട്ടാണ് ആര്യൻ ഗെയിം കളിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ അയാളിൽ ഇമ്മച്വർ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാനുണ്ട്. പിന്നീടും ചില കാര്യങ്ങൾ അയാൾ ക്യാരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അയാളുടെ തുടക്കകാലങ്ങളിലെ പല അബദ്ധചിന്തകൾ, അതിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് ഓരോ ആളുകളെയും എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് മനസ്സിലാക്കി ഡീൽ ചെയ്യുന്ന ഒരാൾ. ഇവിടെ 3 ക്യാപ്റ്റന്മാർ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് എല്ലാവരും അനുമോളോട് ബഹളം വെച്ച് അനുമോൾ വാശി പിടിച്ച് ഞാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആര്യൻ അവിടെ ചെന്നിട്ട് എടാ അനുമോളെ വാടാ, എന്താടാ നീ ചെയ്യ്, നീ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നത് അത് അയാളുടെ ഗെയിമാണ്. അയാൾ അനുമോളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞു. ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ആ ചേഞ്ച്, അത് കൊണ്ടുവന്നിട്ടുള്ളൊരു ഗെയിമർ അയാൾ ഫൈനൽ 5-ലേക്ക് വരാതിരുന്നത് അതൊരു നഷ്ടമായിരുന്നു. അയാൾ എന്തൊക്കെ ഇവിടെ മാറ്റിമറിച്ചേനെ എന്നുള്ള തോന്നലൊക്കെ ഉള്ളിലുണ്ടാവുമ്പോഴേ ഇപ്പോൾ ഫൈനൽ 6-ലേക്ക് വന്ന് നിൽക്കുന്ന ചില കണ്ടസ്റ്റൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആര്യൻ ട്രൂലി ഡിസേർവ്ഡ് ഇറ്റ്. ഒരു ചെറിയ ഉദാഹരണമാണ്, അയാളുടെ സെൻഡ് ഓഫിൻ്റെ സമയത്ത് ബിഗ് ബോസ് പ്ലേ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ ഈ ബിഗ് ബോസ് ഹൗസിൽ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഈവൻ റീ എൻട്രിയുടെ സമയത്തുള്ള വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. റീ എൻട്രിയുടെ സമയത്ത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി പ്ലേ ചെയ്തിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ എടുത്തു നോക്കിക്കോളൂ. ആര്യൻ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഈ സീസണിൽ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും ഇൻവോൾവ് ആയിട്ടുള്ള, അത്രയധികം ഗെയിം കളിച്ചിട്ടുള്ളൊരു പ്ലെയർ ആയിരുന്നു. അവൻ കളിക്കട്ടടോ എന്ന് പറയാൻ തോന്നിപ്പോയി അയാളെ എവിക്റ്റ് ആക്കിയ സമയത്ത്. പക്ഷേ ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനെ മുതലെടുത്തുകൊണ്ട് പുറത്ത് നടക്കുന്ന PR അറ്റാക്കുകളും പരിപാടികളും വേറൊരു വഴിക്ക്, ബോട്ട് വോട്ടിങ്ങുകൾ വേറൊരു വഴിക്ക്. സോ ആര്യൻ ഔട്ടായി പോയത് ദാറ്റ് വാസ് അൺഫോർച്ചുനേറ്റ്. എവിക്റ്റ് ആയതിനു ശേഷമുള്ള ഇൻ്റർവ്യൂവിലും അതിനുശേഷമുള്ള റൗണ്ട് ടേബിളിലൊക്കെ ആര്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സന്തോഷമുണ്ട് ഇവിടം വരെ എത്താൻ പറ്റിയതിൽ, ഈ ഒരു മത്സരത്തിൽ ഭാഗമാകാൻ പറ്റിയതിന്. പക്ഷേ ഞാൻ ഫൈനൽ 5-ൽ എത്തേണ്ടുന്ന ആളായിരുന്നു, ഞാൻ വിന്നർ ആവേണ്ടുന്ന ആളായിരുന്നു എന്ന് അയാൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതൊരു ഓവർ കോൺഫിഡൻസ് ഒന്നുമല്ല, അയാൾ പറയുന്നതിൽ കാര്യമുണ്ട്. അത്രയും കോൺഫിഡൻസ് അയാളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് മാത്രം മതി ഫ്യൂച്ചർ ലൈഫ് വളരെ ഗംഭീരമായി മാറാൻ വേണ്ടിയിട്ട്, വലിയ നേട്ടങ്ങളെ വാശിയോടുകൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ ഫൈറ്റുകൾ ഇനിയും തുടരട്ടെ, വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്നുള്ള ആശംസകളാണ് ആര്യന് നമുക്ക് കൊടുക്കാനുള്ളത്. നെക്സ്റ്റ് ഔട്ടായി പോകുന്ന ആൾ, അതൊരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു, സാബുമാനെ കുറിച്ച് പറയുമ്പോൾ സാബുമാൻ ഒരു CCTV ക്യാമറ പോലെയായിരുന്നു. എല്ലാം ഒബ്സർവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒബ്സർവേഷൻ സ്കില്ല് വേറെ ലെവലിലാണ്. ഇത് മുഴുവൻ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. പക്ഷേ ഇതിൽ നിന്നൊരു ഗെയിം എടുത്തുണ്ടാക്കുക, ഗെയിം കളിക്കുക എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഹി വാസ് ലേറ്റ്. അയാൾ ഗെയിം കളിച്ചപ്പോൾ ഗംഭീരമായിട്ട് കളിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അനുമോളുടെ മുന്നിൽ നിന്നിട്ട്, നേരെ മുന്നിൽ എല്ലാവരും ഇരിക്കുമ്പോൾ നിന്നിട്ട് നീ ഭയങ്കര മാനിപ്പുലേഷനാണ്, നീ കഥകൾ വളച്ചൊടിച്ച് പറയുന്ന ആളാണ്, നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ വളരെ സ്ട്രോങ് ആയി പറയുന്ന സാബുമാനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അനുമോൾ അതിനെ എല്ലാ തവണത്തെയും പോലെ നഖശികാന്തം എതിർക്കാൻ ശ്രമിക്കുമ്പോഴും സാബുമാൻ്റെ കയ്യിൽ പോയിൻറ്റ്സ് ഉണ്ട്. അയാൾ നിന്ന് സംസാരിക്കുകയാണ്. അനീഷിൻ്റെ ഒരിക്കലും നിർത്താത്ത വർത്തമാനങ്ങളെ നിർത്തിച്ച് കൊണ്ടുപോയി ഇരുത്തിയ ആളാണ് സാബുമാൻ. അയാൾ ആ ഒബ്സർവ് ചെയ്തത് അത്രയും ഉണ്ടല്ലോ, അതിനനുസരിച്ച് എല്ലായ്പ്പോഴും കളിച്ചിരുന്നെങ്കിൽ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അയാൾ ഗെയിം ഇറക്കിയപ്പോഴൊക്കെ വൻ സക്സസ് ആയിട്ടേ ഉള്ളൂ. പക്ഷേ അയാൾക്ക് തോന്നുമ്പോൾ മാത്രമേ ഇയാൾ ഈ ഗെയിം എടുത്ത് പുറത്തിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്ക് ഈ ഇമേജ് അതുപോലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊരു പേടിയൊക്കെ ഉണ്ട്. ഇത് ഇപ്പോൾ സംസാരിച്ചാൽ ഇങ്ങനെ ആവുമോ അങ്ങനെ ആവുമോ എന്ന് പറയുന്ന പേടിയൊക്കെ പുള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പുള്ളിക്ക് തോന്നണം റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അപ്പോൾ മാത്രമേ ഇറക്കുള്ളൂ. പക്ഷേ ബിഗ് ബോസ് അങ്ങനെ ഒരു സ്ഥലമല്ല. ബിഗ് ബോസിൽ നമ്മളെപ്പോഴും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യങ്ങളെ എപ്പോഴും ഒബ്സർവ് ചെയ്തിട്ട് ഒബ്സർവേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ റിയാക്ഷനും അതനുസരിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിലാണ് നമ്മുടെ എക്സിസ്റ്റൻസ് നമുക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ സ്ക്രീൻ സ്പേസ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. സാബുമാനെക്കുറിച്ച് വളരെ തമാശയായിട്ട് റെന പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വീഡിയോ പ്ലേ ചെയ്ത സമയത്ത്, വഴക്കിൻ്റെ വീഡിയോ പ്ലേ ചെയ്ത സമയത്ത്, സങ്കടങ്ങളുടെ വീഡിയോ പ്ലേ ചെയ്ത സമയത്ത്, പക്ഷേ ഞാൻ കുറച്ച് മാസ് ആക്കാമായിരുന്നു, ഞാൻ കുറച്ച് ബഹളം വെക്കണമായിരുന്നു എന്ന് പറയുന്ന ഡയലോഗുകളാണ് സാബുമാൻ പറഞ്ഞത്. കാരണം സാബുമാൻ ആ വീഡിയോയിൽ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം സാബുമാൻ റിയാക്ട് ചെയ്തിട്ടില്ല, ആക്ട് ചെയ്തിട്ടില്ല, ഒബ്സർവ് ചെയ്യുകയേ ചെയ്തിട്ടുള്ളൂ. സോ കാണുന്നതിനൊക്കെ എതിരെ അതിശക്തമായി എപ്പോഴും ശബ്ദമുയർത്തുന്ന ഒരാളാകും എന്നൊരു വാക്ക് സാബുമാൻ തരികയാണെങ്കിൽ ബിഗ് ബോസ് വേണമെങ്കിൽ അടുത്ത സീസണിൽ സാബുമാനെ കയറ്റി വിട്ടോ. അയാളുടെ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാവുന്നൊരു ഗെയിമർ ഉണ്ട്. എന്തായാലും ആ ഒബ്സർവേഷൻ സ്കിൽസിൻ്റെ കൂടെ ഈ പ്രതികരിക്കാനുള്ള സ്കിൽസും കൂടി സാബുമാൻ ഡെവലപ്പ് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ചെറിയ പേടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിഗംഭീരമായിട്ട് റിയൽ ലൈഫിൽ അദ്ദേഹത്തിന് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ആശംസകൾ സാബുമാന് നമ്മൾ നേരുകയാണ്. നെക്സ്റ്റ് ഗെയിമർ ദാറ്റ് വാസ് ആദില. ലാസ്റ്റ് എവിക്റ്റായി പോകുന്നത് ആദിലയാണ്. നമ്മൾ 96-ാം ദിവസം വരെയുള്ള കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. ആദിലയുടെ മുമ്പിൽ 2 ചോയ്സസ് ഉണ്ടായിരുന്നു.
അതിലാദ്യത്തെ ചോയ്സ് അവരുടെ അതിമനോഹരമായിട്ടുള്ള സർക്കാസ്റ്റിക് സംസാരമൊക്കെ ഉണ്ട്. ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ നെവിനോടൊപ്പം ചേർന്നുകൊണ്ടുള്ള ആദിലയുടെ പെർഫോമൻസുകൾ എടുത്തു നോക്കിയാൽ ഗംഭീര കൗണ്ടറുകളൊക്കെ കൊടുത്തുകൊണ്ട് ഈ മുഖത്ത് നോക്കി ഒരാളെ ആട്ടുക എന്ന് പറയുന്നതിന് പകരം അയാൾ പോലും ചിരിച്ചു പോകുന്ന രീതിയിലുള്ള കൗണ്ടറുകൾ പറഞ്ഞുകൊണ്ട് എത്ര രസമായിട്ട് ആദിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അതിലയുടെ ഒരു വൊക്കാബുലറി, അവർ ആ സംസാരിക്കുന്ന രീതി, അതിനൊക്കെ അത്രയും കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല ചൂസ് ചെയ്തത് സെക്കൻഡ് ഓപ്ഷനായിരുന്നു. അത് ഗ്രൂപ്പായി കളിച്ച് വളരെ ഡേർട്ടി ആയിട്ടുള്ള ഗെയിംസും പ്ലാൻസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു ആദിലയ്ക്ക് പറ്റിപ്പോയ വീഴ്ച എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം വളരെ സർക്കാസ്റ്റിക്കായി ഭയങ്കര രസമായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ആദില നെവിനും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കോംബോ വർക്ക് ചെയ്യുകയോ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ പോലും നമുക്ക് ഓർത്തിരിക്കാനുള്ള എത്രയോ നിമിഷങ്ങൾ ആദിലേക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഒരു പക്ഷേ ഒരാഴ്ച നമ്മൾ എടുത്തു നോക്കിയാൽ നിറഞ്ഞു നിൽക്കുന്ന ആദിലയെ നമ്മൾ കാണുന്നത് പോലെ ആദിലേക്ക് നിറഞ്ഞു നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ആദില ചൂസ് ചെയ്ത ഓപ്ഷൻ മറ്റൊന്നായിപ്പോയി. ആൻഡ് ഓഫ് കോഴ്സ് ആദിലയും നൂറയും ഒരുമിച്ചാണ് വന്നത്. ആദിലയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കുക എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് നീങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും നൂറയെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്, നൂറയുടേതായിട്ടുള്ള ഗെയിം പ്ലേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിനെയും സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ആദിലയുടെ ഒരു ട്രൂ ഗെയിം എടുക്കാൻ പറ്റിയുമില്ല. അവർ ചൂസ് ചെയ്ത സൈഡ് മാറിപ്പോവുകയും ചെയ്തു. അത്ര നല്ലൊരു ഇമേജോടുകൂടിയല്ല ആദില പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ പോലും ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു പ്ലെയർ ആയിരുന്നു. നമ്മളിപ്പോൾ ആദില വേഴ്സസ് നൂറ എന്നുള്ള രീതിയിൽ എടുക്കാനാണെങ്കിൽ നമുക്ക് ഒരു സംശയമില്ല, നമ്മൾ പറയും ആദില നൂറയേക്കാൾ ബെറ്റർ ഗെയിമറായിരുന്നു, ബെറ്റർ എൻ്റർടൈനറായിരുന്നു. അതായിരുന്നു ആ വാക്ക്. അതിഗംഭീര എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു ആദില. വേറൊരു വലിയ ഫാക്ടർ എന്താ അറിയോ, ഇപ്പോൾ ആദില എവിക്റ്റ് ആയതിന് ശേഷമുള്ള സമയവും അതിൻ്റെ പിറ്റേ ദിവസവും നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ ഭയങ്കര വീക്കായിട്ട് കരയുന്ന, സംസാരിക്കാനോ എടുക്കാനോ ഒന്നും ഒരു എനർജി ശരീരത്തില്ലാത്ത പോലെ ഡ്രെയിൻ ആയ പോലെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആദിലയും ഈ പറയുന്ന പോലെ കരഞ്ഞേനെ, തളർന്നു പോയനെ, ഒക്കെ ചെയ്തേനെ. പക്ഷേ ആദില വാദിച്ചേനെ, ആദില വിട്ടുകൊടുക്കില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവരുടേത്. അതിൽ ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറും സർക്കാസ്റ്റിക് ലാംഗ്വേജും എല്ലാം കൂടി ചേരുമ്പോൾ ആദിലൊരു ഗംഭീര പ്ലെയർ ആവേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ആദിലയുടെ ആ ഒരു സർക്കാസം അവരുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കട്ടെ. അവരുടെ ഇനിയുള്ള ചോയ്സസ് വളരെ ഗംഭീര ചോയ്സുകളായി മാറട്ടെ. ഫ്യൂച്ചറിലാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ, ഒരുപാട് സുഹൃത്തുക്കളാൽ ചുറ്റപ്പെട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ആദിലയ്ക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസയാണ് ആദിലയ്ക്ക് നേരാനുള്ളത്. എന്തായാലും ഇനിയൊരു 6 പേരും കൂടി ബിഗ് ബോസ് ഹൗസിലുണ്ട്. അതിലൊരാൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം നവംബർ 8-ാം തീയതി ഇന്ന് മിക്കവാറും എവിക്റ്റ് ആവും. അതിനുശേഷം ലാലേട്ടൻ കൂടി വന്നിട്ട് ഫൈനൽ 5-ഉം അതിൽ നിന്ന് ടോപ്പ് കണ്ടസ്റ്റൻ്റ് ആരാണ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ കപ്പ് ആർക്ക് കിട്ടുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവിടുത്തെ നല്ല പ്ലെയേഴ്സ് അവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള മൊമെൻറ്റ്, അതിനോട് പ്രേക്ഷകരും കോ കണ്ടസ്റ്റൻസ് ആയിരുന്നവരൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊക്കെ അറിയാനുമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സോ നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.